അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഷംജാസ് കെ അബ്ബാസ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരാൾ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എങ്ങനെയാണ് ആളുകൾ നമ്മളെ കാണുന്നത്, നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി എന്നുള്ളത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്നുള്ളത്, അത് നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ബഹുസ്വരമായിട്ടുള്ള ഐഡിയോളജികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എവ്രി എംപയർ ബിഗിൻസ് its conquest not with armies but with ideas. When minds are conquered, heart follow without resistance. The battlefield is not the desert or ocean, it is the human mind, and the weapons are not bullets, they are words, movies and reels. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മളുടെ കാലഘട്ടം എന്നുള്ളത് ആശയപരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ. നോക്കൂ, ലോകത്ത് പലതരത്തിലുള്ള ഐഡിയോളജികൾ, അല്ലെ, ആശയങ്ങളുണ്ട്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു ആശയമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് അധികം ആശയങ്ങളുണ്ട്. ലിബറലിസം ഒരാശയമാണ്, ഫെമിനിസം മറ്റൊരാശയമാണ്, ഹ്യൂമനിസം വേറൊരു ആശയമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ പോലും അറിയാതെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പോലും അറിയാതെ പല ആശയങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നും, നമ്മൾ പോലും അറിയാതെ ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയോ, നമ്മൾ അത്രക്കും പൊട്ടന്മാരാണോ? അങ്ങനെയാണെങ്കിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. കഴിഞ്ഞ ഫെബ്രുവരി 2022 ഫെബ്രുവരിയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കർണാടകയിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ. ഹിജാബ് ബാൻ, അല്ലെ, അവിടെയുള്ള സ്കൂളിലുള്ള കുട്ടികൾ അവർക്ക് പരീക്ഷ എഴുതാൻ ഹിജാബ് ധരിച്ചുകൊണ്ട് വരാൻ പാടില്ല എന്നിവിടെയുള്ള സർക്കാർ ഒരു തിട്ടൂരിറക്കാൻ. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കാൻ. അല്ലെ, ഹിജാബ്, ഞങ്ങൾക്ക് ഹിജാബ് ഞങ്ങളുടെ റൈറ്റ് ആണ്, ഹിജാബ് ധരിക്കാൻ, അല്ലെ, അത് ധരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള നിലക്ക് ഒരു വശത്ത് വലിയ രീതിയിലുള്ള ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ, മറുവശത്ത് ഓൺ ദ അതർ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ബാനും ഇല്ലാത്ത ഹിജാബ് എന്ന് പറയുന്നത് നിങ്ങൾ ധരിച്ചോളും, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നിടത്ത് പോലും മുസ്ലിം പെൺകുട്ടികൾ, അല്ലെ, മുസ്ലിം പെൺകുട്ടികളായിട്ടുള്ള കുട്ടികളുടെ തലയിൽ നിന്ന് തട്ടം അഴിഞ്ഞു വീഴുകയാണ്. നോക്കൂ, കർണാടകയിൽ ഒരാൾ അവരുടെ തട്ടം പിടിച്ചു വലിച്ച് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, അവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടാൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് കാണുന്ന എന്താണ്? അവർ സ്വയം തട്ടം താഴ്ത്തുന്നതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് ലിബറലിസം എന്താണ്, ഫാഷിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാഷിസം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നേരിട്ടായിരിക്കും, അല്ലെ, നമ്മളെ നേരിട്ട് അറ്റാക്ക് ചെയ്യും, നമ്മളുടെ ഐഡന്റിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ അവർ നേരിട്ട് ശ്രമിക്കും, നമ്മൾക്ക് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അതേസമയം ലിബറലിസം പോലെയുള്ള ആശയങ്ങൾ പലപ്പോഴും നേരിട്ടല്ല വരിക. തട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിജാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒപ്രഷന്റെ ചിഹ്നമല്ലേ? ഇന്നത്തെ കാലത്തും 2025 അല്ലെ, പുതിയ കാലത്തും ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് പിന്നെന്താണ് ഒരു ചാക്കിൽ കെട്ടി പൊതിഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ആധുനിക കാലമല്ലേ? ആധുനിക കാലത്ത് ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ ചിന്തകൾ പേറി നടക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് അവർ നമ്മളോട് പറയുക. ചിലപ്പോൾ നമുക്ക് തോന്നും, ശരിയാണല്ലോ, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഒരുമാതിരിയൊക്കെ ഒരു മോഡസ്റ്റിയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ തട്ടമൊക്കെ താഴ്ത്തി അതിനൊക്കെ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് ലിബറലിസം നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് കാണാൻ പറ്റുക, അഥവാ നമ്മളറിയാതെ നമ്മളെ വിഴുങ്ങുക എന്നുള്ളതാണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോക്കൂ, ഗാമോഫോബിയ എന്നുള്ളത് റീസെന്റ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. അതായത് വിവാഹത്തോടുള്ള വിരക്തി, അല്ലെ, വിവാഹം ചെയ്യാനുള്ള ഒരു പേടി, ഒരു ആങ്സൈറ്റി. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കൂടെ താമസിക്കുക എന്നൊക്കെ പറയുമ്പം അതങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് വിവാഹം കഴിക്കേണ്ടതില്ല എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കാൻ. ഇത് നമ്മൾ വെറുതെ പറയല്ല, അതിനുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള മാട്രിമോണിയൽ വെബ്സൈറ്റുകളിൽ 2023 ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലെ ഒരു പഠനമാണ്, ഒരാൾ നടത്തിയൊരു പഠനമാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നുകൂടി നോക്കുകയാണ്, കേരളത്തിലെ ഒരു കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ, ആദ്യമുള്ള 2 കോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 20,919 ആൺകുട്ടികൾ മാട്രിമോണിയൽ വെബ്സൈറ്റുകളിൽ പേര് രജിസ്റ്റർ ചെയ്തു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം പെൺകുട്ടികളാവട്ടെ 2,788. അതിന്റെ അന്തരം നിങ്ങൾ നോക്കൂ, 86%. 18,131 ആൺകുട്ടികൾക്ക് വിവാഹം ചെയ്യാൻ പെൺകുട്ടികൾ ഇല്ലാത്തതാണോ? അല്ല, വിവാഹം കഴിക്കണ്ടെന്ന് അവർക്ക് തോന്നിയതാണ്. ഇനി അതല്ല, ഇനി ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ 82,883 ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തപ്പം 1,948 പെൺകുട്ടികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം 14,792 ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തപ്പം
324 പെൺകുട്ടികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഒരു പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, നമുക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളിൽ. ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാരും ഇപ്പൊ നമ്മളെ പിന്നെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിക്കുന്നിടത്തൊക്കെ നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുള്ള കാര്യമാണ്, വിവാഹം എന്ന് പറയുന്നത് അത് ഇപ്പൊ അത്ര നിർബന്ധമാണോ അല്ലെ, അതൊരു നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? അവിടെയാണ് അവർ കാണുന്ന ചില കാഴ്ചകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് റീലുകളായി പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവരുടെ മുന്നിലേക്ക് എത്തുന്ന ചില ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? വിവാഹം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സൈൻ ഓഫ് കോൺട്രാക്ട് മാത്രമല്ല, ഒരു കോൺട്രാക്ട് മാത്രമല്ല, അത് നമ്മളുടെ ജീവിതമാകെ ഇല്ലാതാക്കി കളയുന്ന, നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി കളയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ഈ രീതിയിൽ ഈ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ വിവാഹം എന്ന് പറയുന്നത് അത് വേണ്ട എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ട് കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന ചില റിയാലിറ്റി ഷോകൾ. ഈ റിയാലിറ്റി ഷോകളിലൂടെ LGBTQ, ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള വൃത്തികെട്ട ആശയങ്ങൾ, നമുക്കറിയാം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന് തന്നെയാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞത്, ഇന്നും നമ്മൾ പറയുന്നത്, നാളെയും നമ്മൾ പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് കുറെ ആൾക്കാർക്ക് പിടിയിട്ടുള്ളത്. എന്താണ് LGBTQ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഇലോൺ മസ്കിനെ പോലെയുള്ള, ട്രംപിനെ പോലെയുള്ള ചില ആളുകൾ, അവരൊക്കെ മുമ്പ് ഇതിനു വേണ്ടി ബാധിച്ച ആളുകളായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ പ്ലേറ്റ് മാറ്റി ഇതിനൊക്കെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെ പോലെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. ആ ബേസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് തെറ്റാണ്, സ്വവർഗരതി തെറ്റാണ്. ആ സ്വവർഗരതിയെ നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രങ്ങൾ ഈ പറയുന്ന മീഡിയ ഷോകളിലൂടെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നമ്മൾ കോളേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത്, നോക്കൂ, പലപ്പോഴും അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചുകൊണ്ട് കുട്ടികളെ സ്വീകരിക്കുന്നതാണ്. കോളേജിന് പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ പ്രൈഡ് റാലികളാണ്. ഈ രീതിയിൽ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിനിമകളിലൂടെ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയുള്ള പല സിനിമകളിലൂടെയും പല രീതിയിലുള്ള ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇവരൊക്കെ സാധാരണ പറയുന്ന കുറെ ആശയങ്ങളാണ്. സെക്ഷൽ ഫ്രീഡം ഈസ് റിയൽ ഫ്രീഡം, ലവ് ഈസ് ലവ്. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, അതിലാണ് പെണ്ണ് എന്നുള്ള വേർതിരിവെന്തിനാണ്? ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ. ഇപ്പൊ ആണും തമ്മിലാണെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത് നിങ്ങൾക്കെന്താ കുഴപ്പം അല്ലെ? നിങ്ങൾക്കെന്താ കുഴപ്പം? അത് അവര് തമ്മിലുള്ള കാര്യമല്ലേ. പെണ്ണും തമ്മിലാണെങ്കിൽ അത് അവര് തമ്മിലുള്ള കാര്യമല്ലേ. നിങ്ങൾക്ക് എന്താണ് ഈ കുഴപ്പം? നിങ്ങളാരാണ് അവരെ ജഡ്ജ് ചെയ്യാൻ? ഇതാണ് സാധാരണ നമ്മളോട് ചോദിക്കുന്നത്. റിലീജിയസ് ലോസ് ആർ മെയിൽ കൺസ്ട്രക്ട്സ്. ഇവിടെയുള്ള മതത്തിന്റെ എല്ലാ നിയമങ്ങളും അത് പുരുഷാധിപത്യത്തിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള നമ്മൾ ലിബറേറ്റ് ചെയ്യണം. അവർ നമ്മളോട് പറയുന്ന കാര്യമാണ്, മോഡസ്റ്റി ഈസ് ഔട്ട്ഡേറ്റഡ്, എക്സ്പോഷർ ഈസ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതായത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തോ കോൺഫിഡൻസ് കൂടുകയാണ്. അതുപോലെ തന്നെ ഹിജാബ് ഈസ് ഒപ്രഷൻ, ബി എംപവേർഡ്. മാരേജ് ഡസന്റ് ഹാവ് എനിത്തിങ് സേക്രഡ്. മാരേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാരേജ് ചെയ്തോ, പക്ഷെ അതിനപ്പുറം അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ രീതിയിലുള്ള ആശയങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരിട്ട് നോക്കുമ്പോൾ അല്ലെ, നേർക്ക് നേരെ നോക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെ, നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ശരിയാണല്ലോ. അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത്. ഈ പറയുന്ന LGBTQIA+ പോലെയുള്ള ആശയങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ വേറെ എവിടെയും നോക്കണ്ട. ഇവരൊക്കെ യൂറോപ്പിൽ നിന്നാണല്ലോ ഈ ആശയങ്ങൾ കൊണ്ടുവരുന്നത്. ആ യൂറോപ്പിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ അവരതിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമ്മൾക്കൊരാശയമുണ്ട്, ഒരാശയ അടിത്തറയുണ്ട്. ആ ആശയത്തിന്റെ അടിത്തറയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോവില്ല. ആളുകൾ ചണ്ടികളായി എങ്ങോട്ടോ പോയിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരാശയമുണ്ട്. അത് ഇസ്ലാമാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും ഞങ്ങൾ പോവില്ല എന്ന് ഉറച്ചു പറയാൻ ഇവിടെ പ്രോഫ്കോൺ തയ്യാറാവുകയാണ്. അവിടെയാണ് ഇനി വരുന്ന നാളെ മുതലുള്ള ആ സെഷനുകളിലൂടെ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കനൽക്കട്ട കയ്യിൽ പിടിച്ചതുപോലെ ആയിരിക്കും. മുസ്ലിങ്ങളായിട്ട് വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കനൽക്കട്ട കയ്യിൽ പിടിച്ച പോലെ ആയിരിക്കും. കാരണം ചുറ്റും ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും, ചുറ്റും നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അവിടെ ഒരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തിലേക്ക് പ്രോഫ്കോൺ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.